ഹലോ ഗായ്സ്, എല്ലാവർക്കും പ്രൗഡ് മലയാളീസിന്റെ പുതിയൊരു മൂവി ഒപ്പീനിയൻ പോസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മൂവി ഡിസ്കഷൻസ്. അപ്പോൾ മൂവിന്റെ ഡിസ്കഷനും അതിന്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ജസ്റ്റ് ഒരു നേരം പോക്കുള്ള ഒരു പോഡ്കാസ്റ്റ് പോലെ. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുട്ട് അക്കാ മുഹമ്മദ് സൊയ്ബ്. താല്പര്യം ഇല്ലാഞ്ഞിട്ട് പിടിച്ചിരുത്തിയതാണ്, ഒന്നുമില്ല. പുള്ളി ഭയങ്കര ക്യാമറ ഷൈ. അത് ഇന്ന് നമ്മൾ കണ്ട സിനിമ എന്ന് പറയുന്നത് നമ്മുടെ വാഴ, ആനന്ദ് മേനോൻ ഡയറക്ടോറിയൽ ആയിട്ടുള്ള വാഴ. അപ്പം ആനന്ദ് മേനോന്റെ സെക്കൻഡ് ഫിലിം ആണിത് അല്ലെ? സെക്കൻഡ് ഫിലിം. ഫസ്റ്റ് ഫിലിം വന്നിട്ട് ഗൗതമിന്റെ രഥം. അപ്പം 2020 അപ്പം ആനന്ദ് മേനോൻ 2020 ശേഷം നട്ട വാഴ ഇപ്പോഴാണ് കൊലച്ചത്. സെക്കൻഡ് ഇതിൽ പറയാനുള്ളത് നമ്മുടെ ഇതിന്റെ റൈറ്റർ വേർഷൻ വിപിൻ ദാസ്. വിപിൻ ദാസിന്റെ മുമ്പത്തെ റൈറ്റർ കം ഡയറക്ടോറിയൽ ഏതായിരുന്നു? ജയ 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 ഹേ, പിന്നെ ഗുരുവായൂരമ്പലം നടയിൽ. ഓക്കെ, രണ്ടേ ഡയറക്ടർ പുള്ളി തന്നെ തോന്നുന്നു. ആണെന്നാണ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ നമ്മൾ ഈ വാക്ക് കട്ട് ചെയ്ത് വരുന്നതായിരിക്കും. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിൽ ഡയറക്ടറും റൈറ്ററും ഉദ്ദേശിച്ച എല്ലാ കാര്യം വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ്. കാസ്റ്റിംഗ് വൈസ് ആണെങ്കിലും സ്റ്റോറി ലൈൻ വൈസ് ആണെങ്കിലും അതിനകത്തുള്ള അവർ സംസാരിക്കാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് ആണെങ്കിലും ആക്ച്വലി എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആ തിയേറ്ററിൽ അതിന്റെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു അല്ലെ? ആ ചിരിക്കേണ്ട സിറ്റുവേഷൻസിലെല്ലാം ചിരി വന്നിട്ടുണ്ട്, ഇമോഷണൽ ആവേണ്ട സിറ്റുവേഷൻസിലെല്ലാം ആൾക്കാർ ഇമോഷണൽ ആയിട്ടുണ്ട്. പലർക്കും പല എക്സ്ട്രീംസ് ഉണ്ടാവും, എന്നാലും പറയാം. അല്ല, ഞാൻ അങ്ങനെ ചിരിച്ചല്ലോ, നിന്റെ സംസാരം കേട്ടിട്ട് ചിരിച്ചോ. അല്ല, ഞാൻ ഇമോഷണലി ആയില്ല. ഇമോഷണലി കണക്ട് ആയി. അതായത് ഞാനും സിനിമ കാണുന്ന സമയത്ത് എനിക്ക് സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് യൂട്യൂബേഴ്സ് വരുന്നു, അവരെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു, കുറെ കോമഡി സ്കിറ്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ആവില്ലല്ലോ. നമ്മളെ ചിരിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റും. യൂട്യൂബ് ചാനൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ഹാഷറിനാണെന്നുണ്ടെങ്കിലും സാഫ് ബോയ്ക്കാണെന്നുണ്ടെങ്കിലും അനു, ഇവർക്കൊക്കെ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് സ്കിറ്റ്സ് എടുത്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞപ്പോ 2 മണിക്കൂർ നമുക്ക് ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് തിയേറ്ററിൽ ഇറക്കി കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും. അത് ഇറക്കണം എന്നും പറഞ്ഞിട്ട് സിനിമ ഇറക്കണ്ട, സിനിമ യൂട്യൂബിൽ ഇറക്കിക്കോ, ഇത് തിയേറ്ററിൽ ഇറക്കിക്കോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നവയെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവരുടെ കുറെ സ്കിറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റും. പക്ഷെ അത് വെറുതെ അത് സിനിമയായി മാറില്ലല്ലോ. സിനിമ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റോറി ലൈൻ വേണം, പിന്നെ അതുപോലെ തന്നെ അതിൽ പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഇമോഷണൽ ആർക്കും അതും എല്ലാം വന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എസ്പെഷ്യലി 90s കിഡ്സും ആയിട്ടുള്ള നമ്മളും ദയവായി പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ കൂടി നടന്നുകൊണ്ട്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പിന്നെ വളരെ വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. ആദ്യമായിട്ട് പിന്നെ ഞങ്ങൾ ആ കോളേജിലാണ് പഠിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ തിരിച്ചറിയുന്ന സമയം, അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ കടന്നുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീണ്ടും കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അതെ, കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അതിനകത്തുള്ള. ഫ്രണ്ട്സ്, കൂട്ടുകെട്ട്, അങ്ങനത്തെ എല്ലാ കുറെ കാര്യങ്ങളും. ഇമോഷണൽ വശം ഓക്കെ, അതൊരു ഫിലിമിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി എല്ലാത്തിനും ഒരു ഡൗൺ സൈഡും കൂടി കാണിച്ചു കഴിഞ്ഞാലാണല്ലോ സ്റ്റോറിന്റെ സർക്കിൾ കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അത് ആ സൈഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ പോലും ബാക്കിയുള്ള നമുക്ക്, അതായത് ഈ 90s കിഡ്സിനായാലും നമുക്കും ഈ പറഞ്ഞ മാതിരി പാസ് ഔട്ട് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ് അതിനകത്തുണ്ട്. അതന്നെ ഈ പറയുന്ന മാതിരി നല്ല എൻജോയബിൾ ഇതാണ്. അപ്പം ഈ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, നിങ്ങൾ തിയേറ്ററിലെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി കാണണം. അത് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതൊരു OTT വന്നിട്ട് നമുക്ക് ഫാമിലിയുടെ ഒപ്പം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ് ഡിഫറെന്റ് ആയിരിക്കും. തിയേറ്ററിൽ ആ ക്രൗഡ്, അതായത് അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ക്രൗഡിന്റെ ഒപ്പം ഇരുന്ന് കാണുമ്പോഴായിരിക്കും അത് കൂടുതൽ കമ്മ്യൂണിറ്റി ഗോയിങ്ങിനുള്ള സിനിമ തന്നെയാണ്. ചിലപ്പോ ചില സിനിമകൾ നമുക്ക് OTT കാണാനായിരിക്കും പിന്നെ കുറച്ചുകൂടെ സൗകര്യം. കാരണം
കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് ആയിട്ടുള്ള രീതിയിലുള്ള സിനിമ ആയിരിക്കില്ല. കുറച്ച് ഡീപ്ലി പേഴ്സണൽ ആയിട്ട് ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാവും. അതല്ലാണ്ട് മാസായിട്ട് പിന്നെ കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് സിനിമകളുണ്ട്. അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ് ഇത്. അതായത് ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ പോയിരുന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളും അവരും റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ജോക്സ് ഉണ്ടാവും അതിനകത്ത്. ഓർമ്മ പുതുക്കൽ പോലുള്ള കുറെ സംഭവങ്ങൾ ഉണ്ട് ഇതിനകത്ത്. നൊസ്റ്റാൾജിയ പോലെ എസ്പെഷ്യലി നൊസ്റ്റാൾജിയ. പിന്നെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വാഴയാണ്. അപ്പോ ഇതുവരെ ഒന്നും കുറയ്ക്കാൻ പറ്റാത്ത ഇത് റിലേറ്റബിൾ ആയിരിക്കും. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ടിട്ട് നമ്മുടെ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ജോമൻ ജോർജ്, സാഫ് ബോയ്, അനു, പിന്നെ സിജു സണ്ണി, പിന്നെ നമ്മുടെ ഒരാളും കൂടി ഉണ്ടല്ലോ അജു, ഒരാളുടെ ക്യാരക്ടറും കൂടി ചെയ്ത ഒരാളുണ്ടല്ലോ അമിത്, അനുരാജ്. ഇത്ര ആൾക്കാരാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതുള്ളത്. പിന്നെ ത്രൂ ഔട്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഹാഷിറിയൻ ടീമാണ് സിനിമേന്റെ ഓളം മൊത്തം കൊണ്ടുപോയത്. ഇവരുണ്ട് എല്ലാവരും, ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ നേരത്തെ മെൻഷൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അവരാണ് സ്റ്റോറി ലൈനും കാര്യങ്ങളും എങ്കിൽ പോലും തിയേറ്ററിൽ ആ ഓളം സൃഷ്ടിച്ചത് ഹാഷിറിയൻ ബോയ്സ് ആണ്. അതിന്റെ ഒരു ഓളം ഒരു സൂപ്പർ സ്റ്റാറും പോലെ അവർക്ക് ഹാഷിറിന് മാത്രമല്ല എല്ലാവർക്കും. അതായത് ഇപ്പൊ സാഫ് ബോയ്ക്ക് ആണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് സിനിമ കണ്ടത്. പിന്നെ സാഫ് ബോയ്ക്ക് ഇവിടെ കുറച്ചുകൂടെ കൂടുതൽ ഫാൻസ് ഉണ്ട് എന്ന് പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ആയതുകൊണ്ട് അവന് കുറച്ചുകൂടി കൂടുതൽ ഫാൻസ് ഉണ്ട് ഇവിടെ. അപ്പോ സാഫ് ബോയ്ക്ക് ആണെന്നുണ്ടെങ്കിലും, പിന്നെ അനുവിനാണെന്നുണ്ടെങ്കിലും, പിന്നെ ജോമോൻ ജ്യോതിർ, പിന്നെ ഹാഷിറിന് ഓൾമോസ്റ്റ് എല്ലായിടത്തും കട്ട ഫാൻ സപ്പോർട്ടാണ്. ഒരുമാതിരി സ്റ്റാർ ഫിലിംസ് ഒക്കെ റിലീസ് ആകുമ്പോൾ ഫാൻ ഷോക്ക് നമ്മൾ പോയിരുന്ന് എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വൈബ് ഉണ്ടാവും, ഓരോരുത്തരുടെ എൻട്രിക്കൊക്കെ നമ്മൾ എത്രത്തോളം കൈയടിക്കും, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വൈബിൽ തന്നെ എനിക്ക് ഫിലിം ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് ആഷിറിന്റെ ഓരോ ഫ്രെയിമിൽ ആഷിർ വരുന്ന സമയത്ത് തിയേറ്ററിൽ പുലിക്കെടുത്തത് അത് എന്തിനാന്ന് പോലും മനസ്സിലാവില്ല. ആക്ച്വലി ആഷിറിന്റെ ഇതിലുള്ള ഡയലോഗോ അല്ലെങ്കിൽ ആ സീനോ അത്ര മീൻസ് മൂപ്പരുടെ സ്റ്റാർഡം കൊണ്ടുവന്ന് മാത്രം ചില സ്ഥലത്ത് ഡയലോഗ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മര്യാദക്ക്. കാരണം ആൾക്കാരുടെ പിന്നെ അവൻ പറഞ്ഞ ഒരു ഡയലോഗിന് അല്ലെങ്കിൽ അവന്റെ ജസ്റ്റ് ഒരു ഇൻട്രോയ്ക്ക് ആൾക്കാർ കൈയടിക്കാനും ഷെയർ ചെയ്യാനും ഷിയറിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് നമുക്ക് മറ്റു ഡയലോഗ് പോലും ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതാണ്. അപ്പം അത് എന്തായാലും ഈ സിനിമ കൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ഉണ്ടാവുന്നത് ഹാഷിറിയൻ ടീമിനായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അറിയില്ല. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ല പെർഫോം ചെയ്തു. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് സാഫ് ബോയിന്റെ ഒരു സീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇമോഷണൽ സീൻ. ജഗദീഷ് ചേട്ടൻ ഭയങ്കര വെറ്ററൻ ആക്ടറാണ്, നമുക്കറിയാം. അടിപൊളിയായിട്ട് പിന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ആവും ആള് പറയുന്ന ഡയലോഗും ആള് പറയുന്ന രീതിയും, പിന്നെ അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ആള് മനസ്സിലാക്കിയിട്ടുള്ള രീതിയും. നമുക്ക് ചിലപ്പോൾ ലൈഫിൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ പാരന്റ്സ് നമ്മളെ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ അത് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും ജഗദീഷ് പോലെ ഒരു വെറ്ററൻ ആക്ടർ ഫ്രണ്ടിൽ നിന്നിട്ട് അത്രയും കിടിലനായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പിന്നെ ഇവർ പോലെ യൂട്യൂബേഴ്സ് ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു പേടിയും ഇതൊക്കെ ഉണ്ടാവും. എങ്കിലും സാഫ് ബോയ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാഫ് ബോയിന്റെ ആ സീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാഫ് ബോയിന്റെ ഒരു ഇമോഷണൽ സീനാണ്, പക്ഷെ അത് ആ സീൻ നന്നായി മീൻസ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ ഇതിനകത്തുള്ള ബാക്കി എല്ലാ ഫാദേഴ്സും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ നസീർ ആണെങ്കിലും അസീസ് കെ, നോബിക്കാനെ എനിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും ഈ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. പിന്നെ കോട്ടയം നസീറിന്റെ പെർഫോമൻസും അസീസ് ഖാന്റെ പെർഫോമൻസും ഒക്കെ അടിപൊളിയായിരുന്നു. ഡെഫിനറ്റ്ലി സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് നമുക്ക് നോബിക്കാനെ എനിക്ക് കൂടുതൽ നോബിനെ എനിക്ക് കൂടുതൽ നോബിക്കാതെ വന്നു പോയതാണ്. നോബിനെ എനിക്ക് നമുക്ക് കൂടുതൽ നമ്മുടെ പ്രായമുള്ളൂ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇമോഷണൽ സീൻസും അതൊക്കെ വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ ആ മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. ആ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കാര്യമായിട്ട് പറയാനുള്ളത്, എന്തുകൊണ്ടും നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി കാണണം ഈ സിനിമ. ഒരിക്കലും ഫ്രണ്ട്സ് തിയേറ്റർ മിസ് ഔട്ട് ചെയ്യരുത്. തിയേറ്ററിൽ നിന്നുള്ള ആ ഓണത്തിന്റെയും വൈബിന്റെ ഒപ്പം തന്നെ ഈ സിനിമ കാണണം. OTT വന്ന് കാണാൻ നിൽക്കരുത്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ്
go and watch Vara in the theaters nearby you. അപ്പോ Vara ബയോപിക് ഓഫ് ബില്യൺ മാപ്പ് നൽകൂ മഹാമതി എന്ന് ആര് പറയും? ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് കം ഒപ്പീനിയൻ അബൌട്ട് എ ഫിലിമാണ്. അപ്പം തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം, പൊറുക്കണം, ക്ഷമിക്കണം. മാപ്പ് നൽകൂ മഹാമതി. മാപ്പു നൽകു മഹാമതേ. മാപ്പ് നൽകും മഹാമതി. ഞങ്ങളെ നല്ലവരായ ആശാൻ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ താഴെക്കാരുടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഞെക്കി മീനിങ് ബട്ടൺ അമർത്തി ഞങ്ങൾ കൂടുതൽ സന്തോഷമാകും. അടുത്ത വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല. ബൈ. അടുത്ത വീഡിയോയിലൊക്കെ വരുന്നുണ്ടാവും. ഹാപ്പി. ഞാൻ തിരിച്ചു നാടുവിടുക. ഓക്കെ ഗൈസ്, ബൈ. വാഴ.